കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങുമില്ലാത്ത തരത്തിൽ അസാധാരണമായ നിലവാരത്തിൽ ശോധനകളും പ്രതിസന്ധികളും വർദ്ധിച്ചു വരുന്നു എങ്കിൽ ഒരു ദൂത് പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്. ഈ കാലം അസാധാരണമായ ശോധനകൾ വാഗ്ദത്തങ്ങൾക്ക് മുന്നോടിയായി കടന്നു വരുന്നതാണ്. ഹല്ലേലൂയ. തകർച്ചയുടെ വക്കല്ല, വാഗ്ദത്തത്തിന്റെ പടിവാതിലാണ് ഈ ശോധനകൾ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും കുരുക്കുകളും പ്രതികൂലങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇതിനൊരു അന്തമില്ല, ഒരു അവസാനമില്ല, ഒരു മറുപടി ഇല്ല എന്ന് നിങ്ങൾ ചോദിച്ച് നിലവിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ പ്രതിസന്ധികൾ നിങ്ങളുടെ വാഗ്ദത്തങ്ങളുടെ വാതിക്കൽ നിങ്ങൾ എത്തിയെന്നുള്ളതിന്റെ തെളിവാണ്. ഇസ്രായേൽ ജനം അവര് ഈജിപ്തിൽ വളരെ കാലം അടിമകളായി കിടന്നു. ഈ പുറപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം 24-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുള്ള നിയമം ഓർത്തു. അത് തൊട്ടു മുമ്പ് ചെയ്തിട്ടുണ്ട്. കഠിനമായ വേല ചെയ്യിപ്പിച്ചു ഊയ വിചാരകന്മാർ, അവരുടെ ലീഡേഴ്സ്. അപ്പോൾ വലിയ ശോധനയിലൂടെ കടന്നുപോയപ്പോൾ അവർ നിലവിളിച്ചു. ആ നിലവിളിക്കപ്പുറം ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവരെ വിടുവിക്കുവാനുള്ള പാതകളെ തുറന്ന് രക്ഷകന്മാരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ഇന്ന് ആരും ഞങ്ങളെ സഹായിക്കാനില്ലല്ലോ, ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയല്ലോ, ഞങ്ങൾക്കൊരു വഴിയും കാണുന്നില്ലല്ലോ മുന്നിൽ നിന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ അറിയാത്ത വഴികൾ ദൈവം ഒരുക്കുന്നുണ്ട്, രക്ഷകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് നമ്മുടെ പ്രാർത്ഥന വിഷയത്തിനൊരു മറുപടി, ഒരു പോക്കുവഴി കരുതി വെച്ചിട്ടുണ്ട്. അത് വെളിപ്പെട്ടു വരാൻ സമയമായിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അസാധാരണമായ ചില ശോധനകളിലൂടെ ദൈവം കടത്തിവിടും. ആ ശോധനകൾ, അതിലൂടെയാണ് വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാനായി പോകുന്നത്. 105-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യത്തിൽ യോസേഫിനെ കുറിച്ച് സങ്കീർത്തനത്തിൽ പറയാണ്, അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ചു, യോസേഫിനെ അവർ ദാസനായി വിറ്റു. അവൻ അടുത്ത നിമിഷം ഈജിപ്തിലെ മന്ത്രിയാകാനായിട്ട് പോവുകയാണ്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും വീണ് നമസ്കരിക്കാനുള്ള വാഗ്ദത്തമുള്ളവനാണ് അവൻ. പക്ഷേ അത് നടപ്പായിട്ടില്ല. അത് നടപ്പാകുന്നതിൻ്റെ സമയമായപ്പോൾ യോസേഫ് ദാസനായി വിൽക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യോസേഫ് ദാസനായി സ്ഥിരമായി വിൽക്കപ്പെട്ട് അടിമയായി മരിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ മേലുള്ള ദൈവിക പദ്ധതി നിറവേറാനുള്ള സമയം മുൻപിൽ നിൽക്കുകയായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ, അല്പനാൾ കഴിഞ്ഞപ്പോൾ രാജാവ് ആളയച്ച് അവനെ വിളിച്ചു പുറത്തു കൊണ്ടുവന്നു, അവനെ അധിപതിയാക്കി മാറ്റി. സഹോദരങ്ങളെ, ഒത്തിരി ചോദ്യങ്ങള്, മറുപടി ഇല്ലാത്ത, ഉത്തരം പറയാൻ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ആൻസർ ഇല്ല. ജയിലിൽ കിടക്കുമ്പം ആൻസർ ഒന്നും പറയാനില്ല. പറയാൻ പറ്റും, ഞാൻ സേവിക്കുന്ന ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. യഹൂദ ബാലന്മാർ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. ഇല്ലെങ്കിലും എന്നൊരു വാക്കുകൂടെ പറയാനൂടെ പറ്റിയാൽ നമുക്കൊക്കെ ആൻസറായി. നമുക്കത് പറ്റാത്തത് കൊണ്ട് നമുക്കൊരു മറുപടിയില്ല. അവർ പറഞ്ഞത്, ഇല്ലെങ്കിലും ഞങ്ങൾ ഈ രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കില്ല, ദേവന്മാരെ വണങ്ങില്ല. ഹല്ലേലൂയ. എന്ത് പ്രതിസന്ധി വന്നാലും ഞങ്ങൾ പിന്മാറുന്നില്ല, പുറകോട്ട് പോകില്ല. പൗലോസൊക്കെ അത് പറഞ്ഞവരാണ്. അവർ പറയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്നത് ആര്? റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ എഴുതി, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്നത് ആരാണ്? ഞങ്ങളെ സ്നേഹിച്ച യേശു ക്രിസ്തു മുഖാന്തരം സകലത്തിലും ഞങ്ങൾ ജയാളികളാണ്. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ വാളോ എന്ത് വേണേലും വന്നോട്ടെ. ആമേൻ. അപ്പം ആ ശോധനകളിലൂടെ ദൈവം, തീവ്രമായ ശോധനകൾ പോകുമ്പോൾ മറുപടി ഒന്നും നമുക്ക് പറയാൻ കാണുകയില്ലായിരിക്കും. കാരണം അതിനൊരു കാരണം മാനുഷികമായിട്ട് കാണത്തില്ല. ഹല്ലേലൂയ. ഒരു മാനുഷികമായി എന്താ പറഞ്ഞ, ദൈവമക്കൾക്കെതിരെ എപ്പോഴും കള്ളക്കഥകളും അപവാദ പ്രചരണങ്ങളും ദുർവർത്തമാനങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകും.
കാരണം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു മറുപടി നമ്മുടേതായിട്ട് പറയാൻ കാണുകയില്ല. പക്ഷെ അത് അറിയുന്ന ഒരു ദൈവമുണ്ട്, അതിനെ അനുവദിച്ചൊരു ദൈവമുണ്ട്. സമയമാകുമ്പോൾ അതിൻ്റെ പദ്ധതികളും മഹത്വവും ദൈവം വെളിപ്പെടുത്തിയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഉത്തരവില്ലാത്ത കുറെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഉത്തരം കർത്താവാണ്, നിങ്ങളുടെ ഉത്തരം യേശുവാണ്, നിങ്ങളുടെ ഉത്തരം നിങ്ങളെ വിളിച്ച ദൈവമാണ്. അവൻ അതിന് മറുപടി കൊടുത്തിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ആ അസാധാരണമായ ശോധനകൾ പോയപ്പോൾ ദൈവം എഴുന്നേൽക്കുകയാണ്. ദൈവം ഹോരേബിൽ വെച്ച് മോശയോട് സംസാരിക്കുകയാണ്. എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇപ്പോൾ നിന്നെ അങ്ങോട്ട് അയക്കാൻ പോവുകയാണ്. ആമേൻ. അതെ, നിങ്ങളുടെ വേദനയും നിങ്ങളുടെ കഷ്ടതയും നിങ്ങൾ നിലവിളിക്കുന്ന ഒക്കെ സ്വർഗം കാണുന്നുണ്ട്. അവൻ അറിയുന്നുണ്ട്. വിടിരിക്കുവാൻ അവൻ്റെ ദൂതന്മാരെ സമയത്ത് അവൻ അയക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങുന്നുണ്ട്. ദൈവത്തിൻ്റെ സഹായം നമുക്ക് വേണ്ടി നമ്മുടെ വീട് തേടി നമ്മളെ അന്വേഷിച്ചു വരുന്നുണ്ട്. ഈ ദൂത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിച്ചു പറയാം, നിങ്ങൾക്ക് വേണ്ടുന്ന വിടുതലിന്റെ പാത ദൈവം തുറന്നു വച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള വിടുതലിന്റെ വഴികൾ, ആ നന്മകൾ നിങ്ങളെ തേടി നിങ്ങളുടെ വീട്ടിലെത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവ് വിശ്വസ്തനാ, യേശു വിശ്വസ്തനാ. കർത്താവ് ആരെ തള്ളിക്കളയുകയില്ല. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെങ്കിൽ, നിങ്ങൾ കാത്തിരിക്കുന്നവരെങ്കിൽ നിങ്ങൾ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ലാസറിന്റെ ഭവനത്തിലേക്ക് യേശു വരുമ്പോൾ ഒരു നിന്ദാവിഷയമായി കിടക്കുന്ന സാഹചര്യത്തിലാണ്. ഒരു മറുപടിയും പറയാനില്ല. ലാസർ മരിച്ചതിൻ്റെ ദുഃഖമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ, യേശുവിനെ സ്വീകരിച്ച്, യേശുവിനെ ഹോസ്റ്റ് ചെയ്ത് ഭക്ഷണം കൊടുത്ത് പ്രാർത്ഥനകൾ നടത്തിയ കാര്യം ഓർക്കുമ്പോൾ ഒരു നാണക്കേടുമുണ്ട്. ഒന്നും നടന്നില്ലല്ലോ. ഇതെല്ലാം നടത്തിയിട്ടും വീട്ടിലെ പ്രശ്നം വന്നപ്പം കർത്താവ് അനങ്ങിയില്ലല്ലോ, ഇവരാരും വന്നില്ലല്ലോ. നാണം കെട്ട പരിപാടിയായിപ്പോയി. ലാസർ മരിച്ചത് ഒരു വേദനയും അതേസമയം വലിയ നാണക്കേടും. പക്ഷേ ആ നാണക്കേടും ആ വേദനയും പരിഹരിക്കാൻ കഴിയുന്നവനാണ് ഈ കർത്താവെന്ന് കർത്താവിന് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തെളിയിക്കാൻ വേണ്ടി അന്ന് ലാസറിനെ 4-ാം ദിവസം വന്നിട്ട് പേര് വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് പുതിയ ശരീരത്തോടു കൂടി അവനെ ദൈവം നിർത്തിയത്. ഹല്ലേലൂയ. അതെനിക്കും നിങ്ങൾക്കും ഒരു വലിയ സാക്ഷ്യത്തിന് വേണ്ടിയാ. ആമേൻ. നാറ്റം വെച്ച പ്രശ്നം, നാറ്റം വെച്ച ശരീരം, നാറ്റം വെച്ച വിഷയങ്ങൾ, നമുക്കൊരു മറുപടി പറയാനില്ല. നാണം കെട്ടുപോയ വിഷയം, കർത്താവിനെ ആരാധിക്കാനും ദൈവത്തിന് സന്നിധി പ്രാർത്ഥിക്കാനും ഇറങ്ങിത്തിരിച്ചിട്ട് ആർക്കും ഒരു മറുപടി പോലും പറയാൻ കഴിയാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ബ്ലോക്കായി നിൽക്കുന്ന സാഹചര്യത്തിലും മറുപടി തരാൻ കഴിയുന്ന ഒരുവനുണ്ട്. എന്നെ ആ സാഹചര്യത്തിലൂടെ കടത്തിവിട്ട ഒരു ദൈവം. ആമേൻ. ആ ദൈവം പറയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇതെല്ലാം ഒരു മഹത്വത്തിന് വേണ്ടിയാ. ഇതെല്ലാം ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടിയാ. വാഗ്ദത്തം വെളിപ്പെടാനുണ്ട്, ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാനുണ്ട്. ഇതുപോലെ നിങ്ങൾ ഏറ്റെടുത്തോ. എനിക്കറിയില്ല, ഒത്തിരി ആളുകൾ ഇങ്ങനെയുള്ള പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന പരിശുദ്ധാത്മാവിനോട് പറഞ്ഞുകൊണ്ടാണ് ഈ ദൂത് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങളുടെ വാതിക്കൽ വരുന്നു. നിങ്ങളുടെ വേദന വർദ്ധിക്കുമ്പോൾ, നിങ്ങളുടെ നിലവിളി വർദ്ധിക്കുമ്പോൾ, നിങ്ങൾ ക്രൂരമായി ആക്രമിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിടുതൽ വാതിക്കലായി എന്ന് മാത്രം വിശ്വസിക്കുക. ഹല്ലേലൂയ. നിങ്ങളെ നാശപ്പെടുത്തുന്നല്ല, നിങ്ങളുടെ വിടുതൽ വാതിക്കലായിരിക്കുന്നു. ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും, മത്തായി സുവിശേഷം 24-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിലും യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈറ്റുനോവിന്റെ ആരംഭം, വലിയ കലഹങ്ങളും യുദ്ധങ്ങളും ദൈവസഭയ്ക്കുള്ള ഉപദ്രവങ്ങളും എല്ലാം കാണുന്നുണ്ട്. അത് അവസാനമൊന്നല്ല പറയുന്നത്, അത് ക്രിസ്തുവിന്റെ വരവ്, തൻ്റെ കാന്തയായ മണവാട്ടിയായ സഭയെ ചേർക്കുവാൻ അവൻ വരുന്നതിന്റെ ആ വാഗ്ദത്തം നിവർത്തിക്കാനുള്ള സമയമാണ്. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ശോധനകളും കഷ്ടതകളും താൽക്കാലികമാണ്. അത് വർദ്ധിക്കുമ്പോൾ വിടുതൽ വാഗ്ദത്തം അടുത്താണ്. ദൈവത്തിന്റെ വഴി അടുത്താണ്. ദൈവസാന്നിധ്യം അടുത്ത് തന്നെയാണ്. ഹല്ലേലൂയ. നിരാശപ്പെടേണ്ട. നിങ്ങൾക്കൂടി ദൈവം അത്ഭുത വഴികളെ തുറക്കട്ടെ. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടട്ടെ. ആമേൻ. അതിനുള്ള വാതിലുകൾ ദൈവം തുറന്നു തരട്ടെ. പ്രിയ കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഏത് വിഷയത്തിലാണ് നുറുക്കപ്പെട്ടിരിക്കുന്നത്, എവിടെയാണ് തകർന്നിരിക്കുന്നത്, എവിടെയാണ് ഒരു മറുപടി പറയാനില്ലാതെ കർത്താവേ ഭവനത്തിലേക്ക് ഒതുങ്ങി പ്രാർത്ഥനാ മുറിയിലേക്ക് ചുരുങ്ങുന്നത്? എന്നാൽ ഞങ്ങൾക്കറിയാം, നിന്റെ കാൽക്കൽ ഇരിക്കുമ്പോൾ മറുപടി പറയുവാൻ നീ എഴുന്നേൽക്കും. ഞങ്ങൾ ഇരിക്കുമ്പോൾ, നിന്റെ സന്നിധി ഇരിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. നീ പ്രവർത്തിക്കും, നീ സംസാരിക്കും, നീ മറുപടി പറയും. ആമേൻ. അതിനുള്ള സംഭവങ്ങൾ, അതിനുള്ള വിടുതലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. മക്കളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവ് വേഗത്തിൽ ചില അത്ഭുതത്തിന്റെ മറുപടി ഇവർക്ക് സാധിപ്പിച്ച് നൽകുന്നതിനായി സ്തോത്രം. കർത്താവ് നൽകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
അമേൻ, അമേൻ. വേഗത്തിൽ കർത്താവ് പ്രക്രിയ ചെയ്യട്ടെ. ധൈര്യമായി മുമ്പോട്ട് പോവുക. ഈ സന്ദേശം കുറെ പേർക്ക് പങ്കുവെക്കുമല്ലോ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.